അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി. മതിയല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി, അതായത് ജാനുവരി 18-ന് ഭഗിനി സേവാമായി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ? അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും. എങ്കിൽ നോക്കൂ. ഇക്കഴിഞ്ഞ ജാനുവരി 18-ാം തീയതി 18th അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇല്ല, പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു വന്നവർ? പ്ലീസ് പാർഡൻ മീ, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മിഷന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്ത് മിഷൻ? ഐ ആം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ടു യു. സ്വാമിജി, ഒരു മർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത്. എന്തിന്? മാഘപൂർണിമ ആഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട്. അവരവിടെ ചെന്നിട്ടുമുണ്ട്. അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. തൽക്കാലം ആ സ്ത്രീയെ വിളിക്കൂ. എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പ്ലീസ് കോൾ ദ ലേഡി.